നമസ്കാരം. സൂപ്പർ നോട്ട്സിൻ്റെ 5 AM ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു നല്ല പ്രഭാതത്തിലേക്കായിരിക്കട്ടെ നിങ്ങളുടെ ഈ ഒരു സന്തോഷകരമായ സമയം. ഇന്ന് കല, സാഹിത്യ, സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ രാവിലെ നമുക്ക് ചർച്ച ചെയ്യണം. ഞാനിവിടെ ഒരു ചോദ്യം നിങ്ങൾക്ക് അതിനായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് 2022 128/2022 എന്ന ചോദ്യപേപ്പറിൽ PS ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ജ്ഞാനനിക്ഷേപം എന്ന വാർത്താപത്രം അല്ലെങ്കിൽ മാഗസീൻ ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് പ്രസ്താവനകളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരിയായത്? ഓക്കെ, ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, അതായത് ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തെ അല്ലെങ്കിൽ മാഗസീനെ കുറിച്ചാണ് ഒരു ചോദ്യം വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇത് 1848 മുതൽ കോട്ടയം CMS പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് 1848 മുതൽ കോട്ടയം CMS പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി. രണ്ടാമത്തേത്, ഏറ്റവും കൂടുതൽ കാലം മുടക്കം കൂടാതെ പ്രസിദ്ധീകരിച്ച വാർത്താപത്രമാണിത്. ഏറ്റവും കൂടുതൽ കാലം മുടക്കം കൂടാതെ പ്രസിദ്ധീകരിച്ച വാർത്താപത്രമാണിത്. മൂന്നാമത്തേത്, ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. അടുത്തത്, പുല്ലേലിക്കുഞ്ഞു അല്ലെങ്കിൽ പുല്ലേലിക്കുഞ്ചു എന്നുള്ളതാണ്. പുല്ലേലിക്കുഞ്ഞ് എന്ന നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ് എന്നതാണ് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇതിൽ ഓപ്ഷൻ എയിൽ 1, 3, 4 ശരിയെന്നും, ഓപ്ഷൻ ബിയിൽ 1, 2, 4 മാത്രമെന്നും, ഓപ്ഷൻ സിയിൽ 1, 3, 4 മാത്രമെന്നും, ഓപ്ഷൻ ഡിയിൽ എല്ലാം ശരിയെന്നുള്ള ഓപ്ഷനുണ്ട്. ഈ ഒരു ഭാഗം വരുന്നത് മലയാള പത്രപ്രവർത്തനം എന്ന ഒരു ഭാഗത്തെ ബേസ് ചെയ്താണ്. മലയാള പത്രപ്രവർത്തനം അല്ലേ, മലയാള പത്രപ്രവർത്തനം അതാണ് നമുക്ക് ഉള്ള ഭാഗം അല്ലേ. അപ്പോൾ പത്രപ്രവർത്തനം എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കണം. പത്രപ്രവർത്തനം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പത്രപ്രവർത്തനം എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതെന്ന് നോക്കാം. മക്കളെ ഓർത്തു വയ്ക്കുക, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളത് PS ചോദിക്കാറുണ്ട്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് അതാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. ഓക്കെ അല്ലേ. ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ ദിനപത്രമായിരുന്നു രാജ്യസമാചാരം. രാജ്യസമാചാരം. പ്രത്യേകിച്ച് ലോക ജനതയെ പോലെ വാർത്തകളും വർത്തമാനങ്ങളും വിശേഷങ്ങളും അറിയുവാൻ മലയാളികൾക്കും ഒരു പ്രത്യേക കൗതുകമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മലയാളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം അന്ന് ഇത്രയേറെ സ്വീകരിക്കപ്പെടുന്നത്. രാജ്യസമാചാരം പുറത്തിറങ്ങുന്നത് 1847 അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 വർഷം മുമ്പ് എന്നോർത്ത് വെച്ചാൽ മതി. ഇത് സ്ഥാപിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് എന്ന വിദേശ മിഷണറിയാണ് അല്ലേ. ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ടാണ് എന്ത് ചെയ്തത്, ഇത് സ്ഥാപിക്കുന്നത്. രാജ്യസമാചാരം എന്ന പത്രം ആരംഭിക്കുന്നത് 1847 ഹെർമൻ ഗുണ്ടർട്ടാണ്. ഓക്കെ, ഇനി ഇത് ആരംഭിച്ചതാകട്ടെ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്നാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോൾ രാജ്യസമാചാരം പത്രം 1847 ഹെർമൻ ഗുണ്ടർട്ട് എവിടെ നിന്ന് ആരംഭിക്കുന്നു? തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്നു. ഓക്കെ അല്ലേ. എന്നാൽ മലയാളത്തിലെ രണ്ടാമത്തെ പത്രം എന്ന് പറയുന്നത് പശ്ചിമോദയമാണ്. മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായിരുന്നു പശ്ചിമോദയം. ഓർത്തു വയ്ക്കുക, ഈ പശ്ചിമോദയം പത്രം 1847 തന്നെയാണ് അതും ആരംഭിക്കുന്നത്. അതും ആരംഭിച്ച ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ അല്ലേ. അതും ആരംഭിച്ച ആര് തന്നെയാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇനി അതും തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ്, തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് പ്രസ്സിൽ നിന്ന്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് ആണ്. ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് ആണ്. മക്കൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യ പത്രം എന്ന് പറയുന്നത് ഏതാണ്? ബംഗാൾ ഗസറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം കിട്ടി, മലയാളത്തിലെ ആദ്യത്തെ പത്രം കിട്ടി, രണ്ടാമത്തെ പത്രം കിട്ടി, പത്രപ്രവർത്തനത്തിൻ്റെ പിതാവായ ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനും കിട്ടി. എന്നാൽ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് വരണം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ചോദ്യം എന്ന് പറയുന്നത് ജ്ഞാനനിക്ഷേപം എന്ന പത്രവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചോദ്യം.
അപ്പോൾ ജ്ഞാനനിക്ഷേപത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്? നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചില പ്രധാന ചോദ്യങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കണം. ഓക്കെ, മക്കൾ ഓർത്തു വയ്ക്കുക. അതിൽ അതായത് ഏതാ? ജ്ഞാനനിക്ഷേപം. 1848 മുതൽ കോട്ടയത്ത് CMS പ്രസ്സിൽ നിന്ന് പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങിയെന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോട്ടയത്ത് CMS പ്രസ്സിൽ നിന്ന് തന്നെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഇത് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഓക്കെ, അച്ചടിയുടെ പിതാവ് കൂടിയായുള്ള ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ കോട്ടയത്ത് CMS പ്രസ്സിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്? ഈ പറയുന്ന ജ്ഞാനനിക്ഷേപം പത്രം ആരംഭിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ദെൻ ഏറ്റവും കൂടുതൽ കാലം മുടക്കം കൂടാതെ പ്രസിദ്ധീകരിച്ച വാർത്താപത്രം, അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ കാലം മുടക്കം കൂടാതെ പ്രസിദ്ധീകരിച്ചു എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തു വയ്ക്കുക, PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിലവിൽ പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച മലയാള പത്രം ഏതാണ്? അതിൻ്റെ ഉത്തരം ദീപിക എന്നാണ്. മക്കളെ ഓർത്തു വയ്ക്കുക, ദീപിക. നിലവിൽ പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറയുന്നത് ഏതാണ്? ദീപിക. ഈ ദീപികയുടെ ആദ്യ പേര് എന്ന് പറയുന്നത് നസ്രാണി ദീപിക എന്നതാണ്. ആദ്യ പേരെന്താ? നസ്രാണി ദീപിക. ഇപ്പോഴത്തെ പേര് ദീപിക എന്നാണ്. അതിൻ്റെ ആദ്യത്തെ പേരെന്താണ്? നസ്രാണി ദീപിക എന്നാണ്. മക്കളെ, ഈ നസ്രാണി ദീപിക പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് 1887-ലാണ്. 1887-ലാണ് നസ്രാണി ദീപിക എന്ന പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് 1887 എന്ന് കേൾക്കുന്ന സമയത്ത് സർ 1888 ഒരു പത്രമുണ്ടല്ലോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അല്ലേ? എന്തുകൊണ്ട് 1888? ഏത് പത്രമാണ് 1888 വന്നത്? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ഏത് പത്രമാണ് 1888 പ്രസിദ്ധീകരിച്ചത്? നിലവിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ പത്രം, കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ പത്രം അല്ലേ? 1888. യെസ്, മലയാള മനോരമ. ഓക്കെ അല്ലേ? അപ്പോൾ മലയാള മനോരമ എന്ന പത്രമാണ്. മലയാള മനോരമ 1888 വരുന്നത്. 1888 മലയാള മനോരമ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, നസ്രാണി ദീപിക നിലവിൽ പ്രചാരത്തിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന പത്രമാണ് നസ്രാണി ദീപിക. മലയാള മനോരമ 1888 സ്ഥാപിച്ച പത്രമാണ് മലയാള മനോരമ. ഇനി ജ്ഞാനനിക്ഷേപം എന്ന പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു. അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കാരണം ജ്ഞാനനിക്ഷേപം ആരംഭിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇനി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യകാലങ്ങളിൽ പങ്കുചേർന്നിരുന്ന മറ്റ് 2 വ്യക്തികൾ കൂടെയുണ്ട്. ഒന്ന് ആർച്ച് ഡീക്കൻ കോശി. ഓക്കെ, മറ്റൊന്ന് റവറണ്ട ജോർജ് മാത്തൻ. അപ്പോൾ ഇവരും ഇതിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രവർത്തകരായിരുന്നു. ആരൊക്കെയാണ്? ആർച്ച് ഡീക്കൻ കോശിയും റവറണ്ട ജോർജ് മാത്തനും. റവറണ്ട ജോർജ് മാത്തനും. ഇനി ഇവിടെ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. ഇതിൽ അതായത് ഈ പത്രത്തിൽ അല്ലെങ്കിൽ ഈ മാസികയിൽ പുല്ലേലിക്കുഞ്ഞ് എന്ന നോവൽ ആദ്യം പ്രസിദ്ധീകരിച്ചത് ജ്ഞാനനിക്ഷേപത്തിലാണ് എന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു കുഞ്ഞു കാര്യം ഓർമ്മിക്കേണ്ടത്, മക്കളെ, നോവലിൻ്റെ ശരിയായ പേര് പുല്ലേലി കുഞ്ചു എന്നാണ്. പുല്ലേലി കുഞ്ചു. ഓക്കെ, പുല്ലേലി കുഞ്ചു എന്നതാണ് ഈ ഒരു നോവൽ. അതായത് ആദ്യകാല നോവലുകളിലൊന്നായിരുന്നു പുല്ലേലി കുഞ്ചു. അപ്പോൾ നിങ്ങൾ എന്നോട് എന്ത് ചോദിക്കും? സാർ, ഈ പുല്ലേലി കുഞ്ചു ആദ്യകാല നോവലുകളൊന്നാണെങ്കിൽ ഞങ്ങൾ എന്നോളം പുല്ലേലി കുഞ്ചു എന്ന നോവലിനെ കുറിച്ച് നോവൽ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ലല്ലോ. മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് പറയുന്നത്, ഓർക്കുക, മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് പറയുന്നത് അത് കുന്തലതയാണ്. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. കുന്തലത പ്രസിദ്ധീകരിക്കപ്പെടുന്നത് 1887-ലും കുന്തലത പ്രസിദ്ധീകരിക്കുന്നത് 1889-ലുമാണ്. തുടർന്ന് 1891-ലാണ് മാർത്താണ്ഡവർമ്മ എന്ന ആദ്യത്തെ ചരിത്ര നോവൽ വരുന്നത്. അപ്പം നമ്മുടെ ചിന്തയിൽ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കുന്തലതയാണ്. സോ കുന്തലതയിലാണ് നോവൽ സാഹിത്യ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ് കരുതുക. അല്ല, കുന്തലതയ്ക്ക് മുമ്പും മലയാളത്തിൽ നോവലുകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. നോവൽ എന്ന പേരിൽ നോവലിന് ചേരാത്ത തരത്തിലുള്ള ചില നോവലുകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അക്കൂട്ടത്തിൽ വരുന്ന ഒരു നോവലാണ് ഈ പറയുന്ന പുല്ലേലി കുഞ്ചുവിന് നോവലിൻ്റേതായിട്ടുള്ള ഘടന ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ഇതിനെ നോവൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. മക്കളെ, നമ്മളെ പോയിന്റ് വരുന്നു. അതായത് പുല്ലേലി കുഞ്ചു എന്നുള്ളത് മലയാളത്തിലെ ആദ്യകാല നോവലുകളാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന കുന്തലതയ്ക്കൊക്കെ കാലങ്ങൾക്ക് മുമ്പേ വന്നതാണ്. ഈ പറയുന്ന നോവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഏതിലാണ്? ജ്ഞാനനിക്ഷേപത്തിലാണ്.
ഈ പറയുന്ന പുല്ലേലിക്കുഞ്ചു എന്ന നോവൽ എഴുതിയതാവട്ടെ ആർച്ച് ഡീക്കൻ കോശിയാണ്. ആർച്ച് ഡീക്കൻ കോശി അല്ലേ? ആ ചോദ്യം നല്ലതല്ലേ? അപ്പോൾ ഇത് എഴുതിയതാരാ? ആർച്ച് ഡീക്കൻ കോശി. ആർച്ച് ഡീക്കൻ കോശി. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ് നമുക്ക് സെറ്റായി. ഓക്കെ, അപ്പോൾ പുല്ലേലിക്കുഞ്ചു എന്ന നോവൽ ആരാണ് എഴുതിയത്? ആർച്ച് ഡീക്കൻ കോശിയാണ്. സെറ്റാണേ, അടിപൊളിയായേ. പഠിക്കാമല്ലോ നമുക്ക്. മക്കളെ ഒന്ന് നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ജ്ഞാന നിക്ഷേപം എന്ന പത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്ട്സ് നമ്മൾ പഠിച്ചു. അതുമാത്രമല്ല, മലയാള പത്രപ്രവർത്തനം എന്നൊരു ഭാഗത്തുള്ള ചില ചോദ്യങ്ങൾ നോക്കി ഓർത്ത് വയ്ക്കുക. മലയാള പത്രപ്രവർത്തനം എന്നുള്ളത് നമ്മൾ മസ്റ്റായി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. എടാ, ഞാൻ ഈ സ്ക്രീനിൽ എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രത്യേകിച്ച് ഞാനും ബഷീറും ഗാന്ധിജിയൊക്കെ എഴുതുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അപ്പം ഞങ്ങളുടെ അക്ഷരങ്ങൾ ഇങ്ങനെ ആയിരിക്കും. കുഴപ്പമില്ല, നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് എന്താണ് അടുത്ത ചോദ്യത്തിൻ്റെ പ്രത്യേകത? മക്കളെ ഇവിടെ നോക്കിയേ, ഇതും ഒരു പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ചോദ്യം, കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ഏത് എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ, കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ഏത്? കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ ചോദിച്ചത് 17/2024 എക്സാമിനാണ്. 17/2024 പ്രീവിയസ് ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കോഡ് 17/2024 ഓപ്ഷനിൽ ബാലനുണ്ട്, നിർമ്മലയുണ്ട്, വെള്ളി നക്ഷത്രമുണ്ട്, കണ്ടം വെച്ച കോട്ടുണ്ട്. ബാലനുണ്ട്, നിർമ്മലയുണ്ട്, അതുപോലെ തന്നെ എന്താണ്, വെള്ളി നക്ഷത്രമുണ്ട്, കണ്ടം വെച്ച കോട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കറിയണം. മലയാള സിനിമയെക്കുറിച്ച് അല്ലേ? മലയാള സിനിമ അല്ലേ? മലയാള സിനിമ. അവിടെ ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്ന്, മലയാള സിനിമയുടെ പിതാവ് എന്ന് പറയുന്നത് JC ഡാനിയലിനെയാണ്. ഓക്കെ, മലയാള സിനിമയുടെ പിതാവ് ആരാണ്? JC ഡാനിയൽ. മലയാള സിനിമയുടെ പിതാവാര? JC ഡാനിയൽ. ഓർത്തിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മലയാള സിനിമയുടെ പിതാവാണ് JC ഡാനിയൽ. അപ്പോൾ ഒരു കാര്യം ഓർത്തു വയ്ക്കുക, മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം ഏതാണ്? മലയാളത്തിലെ ആദ്യ ചലച്ചിത്രമാണ് വിഗതകുമാരൻ. ഓക്കെ, ഓർത്തു വയ്ക്കുന്നു. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം ഏതാണ്? വിഗതകുമാരനാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, മലയാള സിനിമയുടെ പിതാവാരാണ്? JC ഡാനിയലാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം എന്ന് പറയുന്നത് വിഗതകുമാരനാണ്. മക്കളെ, വിഗതകുമാരൻ ഒരു നിശബ്ദ ചിത്രമായിരുന്നതാ. ഓക്കെ, വിഗതകുമാരനൊരു നിശബ്ദ ചിത്രമായിരുന്നു. വിഗതകുമാരൻ എന്തില്ല? ശബ്ദമില്ല. ഈ വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത് 1928 പുറത്തിറങ്ങുന്നത് 1928 ഈ സിനിമയിൽ അഭിനയിച്ച ആദ്യ നായിക, അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച നായിക മലയാളത്തിലെ തന്നെ ആദ്യത്തെ നായിക കൂടെയാണ്. പുള്ളിക്കാരുടെ പേരെന്താണ്? PK റോസി എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യ നായിക ആരാ? PK റോസി. മലയാളത്തിലെ ആദ്യ നായിക ആരാ? PK റോസി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. വളരെ 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 പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇനി ഈ JC ഡാനിയലിൻ്റെ ജീവിതം പറഞ്ഞ മലയാള ചിത്രമാണ് ഏത്? സെല്ലുലോയിഡ്. ഈ സെല്ലുലോയിഡ് സംവിധാനം ചെയ്ത ആരാ? സെല്ലുലോയിഡ് സംവിധാനം ചെയ്തത് കമലായിരുന്നു. സെല്ലുലോയിഡ് സംവിധാനം ചെയ്തത് കമലാണ്. ഇനി മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത്, മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കുക, മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ അല്ലേ? മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം മാർത്താണ്ഡവർമ്മയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് PV റാവു ആണ്. PV റാവു. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? PV റാവു ആണ്. മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള ആരാണ്? PV റാവു ആണ്. ഇതും ഒരു നിശബ്ദ ചിത്രമായിരുന്നു. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതി എന്ന് പറയുന്നത് ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ സാഹിത്യകൃതിയാണ് മാർത്താണ്ഡവർമ്മ അല്ലേ? ആ മാർത്താണ്ഡവർമ്മ സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? PV റാവു ആണ്. PV റാവു. ഓക്കെ അല്ലേ? ഇനി മുമ്പോട്ട്. അങ്ങനെയാണ് എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? അതാണ് ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലൻ നമ്മുടെ ഓപ്ഷനിൽ ഉള്ളൊരു പോയിന്റ് കൂടെയാണ് അല്ലേ? ബാലൻ മലയാളത്തിലെ ആദ്യത്തെ എന്താണ്? ശബ്ദചിത്രം. ബാലന് ശബ്ദമുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം. ഈ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തിരിക്കുന്നത് RS നെട്ടാണിയാണ്. ഓക്കെ, നെട്ടാണി എന്നോ പഠിച്ചു വയ്ക്കുക. രണ്ടും അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മാർത്താണ്ഡവർമ്മ ചിത്രം പുറത്തിറങ്ങുന്നത് 1933 1933. ഓക്കെ, അപ്പോൾ
ഈ രണ്ട് ചിത്രങ്ങളും തമ്മിൽ 5 വയസ്സിൻ്റെ അല്ലെങ്കിൽ 5 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. 28, 33. ഇത് കഴിഞ്ഞ് വീണ്ടും 5 വർഷം കഴിഞ്ഞിട്ടാണ് ബാലൻ വരുന്നത്. അപ്പോൾ ബാലൻ പുറത്തിറങ്ങുന്നത് 1938. 1938. ഓക്കെ, അപ്പോൾ മലയാളത്തിലകത്ത് ശബ്ദചിത്രം വരുന്നു. ഏതാണ്? അത് ബാലനാണ്. ഓക്കെ, ബാലൻ. ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്നതാണ് ജ്ഞാനാംബിക എന്ന ചിത്രം. ജ്ഞാനാംബിക. ഓക്കെ, മലയാളത്തിൽ വന്ന 4ാമത്തെ ചിത്രമാണ് ജ്ഞാനാംബിക. മലയാളത്തിൽ വന്ന 4ാമത്തെ ചിത്രമാണ് ജ്ഞാനാംബിക എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജ്ഞാനാംബിക സംവിധാനം ചെയ്തതും ഈ പറയുന്ന RS നെട്ടാണി തന്നെയാണ്. RS നെട്ടാണി. ഇതാണ് മലയാളത്തിലെ 4ാമത്തെ ശബ്ദചിത്രം എന്ന് രണ്ടാമത്തെ ശബ്ദചിത്രം എന്ന് പറയുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങുന്നത് 1940. 1940. ഇപ്പോൾ സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. സിനിമയുടെ ചരിത്രം ഈ 4 കാര്യങ്ങളും ഓർത്തിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ച മലയാളത്തിലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് അത് വെള്ളി നക്ഷത്രമാണ്. കേരളത്തിൽ വെച്ച് പൂർണ്ണമായും കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ചത്. അപ്പോൾ ഇതിൽ ഈ പറയും പോലെ ബാക്കി വിഗതകുമാരൻ തിരുവനന്തപുരത്ത് ക്യാപിറ്റൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോക്ക് അദ്ദേഹം ട്രാവൻകൂർ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക സ്റ്റുഡിയോക്ക് അദ്ദേഹം ആരംഭിച്ചതാണ്. ഓക്കെ, ഏകദേശം നമ്മുടെ തിരുവനന്തപുരത്ത് പനച്ചവട് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു 100 ഏക്കറോളം വന്നിരുന്ന അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന വസ്തുവകകളൊക്കെ തന്നെ വിറ്റുപറക്കി അന്ന് ഏകദേശം 4 ലക്ഷം രൂപയോളം മുടക്കി നിർമ്മിച്ചൊരു ചിത്രമാണ്. എന്നാൽ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ മദ്രാശി പോലുള്ള പ്രദേശങ്ങളൊക്കെ കൊണ്ടുപോയി അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് പൂർണ്ണമായും മലയാളത്തിൽ എന്ന് പറയാത്തത്. അതാവണം PSCയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ PSCൻ്റെ ഉത്തരം ഓർത്ത് വയ്ക്കുക. PSCൻ്റെ ഉത്തരം പൂർണ്ണമായും കേരളത്തിൽ വെച്ച് നിർമ്മിച്ച മലയാള സിനിമ എന്ന് പറയുന്നത് വെള്ളി നക്ഷത്രമാണ്. PSCയുടെ ഉത്തരമാണ്, അത് വെള്ളി നക്ഷത്രമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ വെള്ളി നക്ഷത്രത്തെക്കുറിച്ച് നമുക്കറിയണം. വെള്ളി നക്ഷത്രം എന്ന് കേൾക്കുന്ന സമയത്ത് പൊതുവേ നമ്മുടെ കുട്ടികളെല്ലാവരും പെട്ടെന്ന് വെള്ളി നക്ഷത്രമാണ് പൃഥ്വിരാജിൻ്റെ സിനിമ അല്ലേ, പൃഥ്വിരാജിൻ്റെ മനോഹരമായ സിനിമകളിലൊന്ന് അങ്ങനെ ചിന്തിക്കാറുണ്ട് അല്ലേ. സംവിധാനം ചെയ്ത വിനയനാണ്. എന്നാൽ ആ ചിത്രമല്ല ഈ ചിത്രത്തിൻ്റെ കഥയിലേക്ക് ഞാൻ വരാം. ഓർത്ത് വയ്ക്കുക, മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഉദയ സ്റ്റുഡിയോയാണ്. ഉദയ നമ്മുടെ ചാക്കോച്ചൻ്റെ അല്ലേ, ഉദയ സ്റ്റുഡിയോ. ഈ ഉദയ സ്റ്റുഡിയോ സ്ഥാപിതമാകുന്നത് 1847. ക്ഷമിക്കുക, 1947. 1947 ഉദയ സ്റ്റുഡിയോ സ്ഥാപിക്കുന്ന എപ്പോഴാണ്? 1947. ഓക്കെ, ഈ ഉദയ സ്റ്റുഡിയോ നിർമ്മിച്ച ചിത്രമാണ് ഈ പറയുന്ന വെള്ളി നക്ഷത്രം. വെള്ളി നക്ഷത്രം പുറത്തിറങ്ങുന്നത് 1949. 1949. ഓക്കെ, 48, 49 വർഷങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വെള്ളി നക്ഷത്രം എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. ഇനി ഇത് സംവിധാനം ചെയ്യുന്നത് അന്ന് ലോകത്തിന് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സംവിധായകരിൽ ഒരാളായ ഫെലിക്സ് JH ബെയ്സ് ആണ്. ഫെലിക്സ് JH ബെയ്സ് എന്നോ ബയാസ് എന്നോ പറയാം നമുക്ക്. നമ്മൾ തൽക്കാലം ബെയ്സ് എന്ന് പഠിക്കുന്നു. ഫെലിക്സ് JH ബെയ്സ്. ഓക്കെ, അദ്ദേഹം ഒരു ജർമ്മൻ ചലച്ചിത്രകാരനാണ്. ജർമ്മൻ ചലച്ചിത്രകാരനാണ് ആര്? ഈ പറയുന്ന ഫെലിക്സ് JH ബെയ്സ് എന്ന് പറയുന്നത്. സോ അദ്ദേഹമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിന്റിലേക്ക് ഞാൻ വരുന്നു. മക്കളെ, എന്തല്ല ഈ വെള്ളി നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളി നക്ഷത്രമല്ല എന്ന് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ നമ്മൾ പറഞ്ഞു, അതേതാണ്? ഈ പറയുന്ന ഉദയ സ്റ്റുഡിയോ ആണ്. എന്നാൽ കേരളത്തിലെ 2ാമത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് മേരിലാൻഡാണ്. മേരിലാൻഡൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ. മേരിലാൻഡാണ് കേരളത്തിലെ 2ാമത്തെ സ്റ്റുഡിയോ. എന്നാൽ കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ആദ്യത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ചിത്രാഞ്ജലിയാണ്. ഓക്കെ, ചിത്രാഞ്ജലി. ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ. എവിടെ? കേരള സർക്കാരിൻ്റെ. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി അത് ചിത്രലേഖയാണ്. ഓർത്ത് വയ്ക്കുക, കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി എന്ന് പറയുന്നത് ചിത്രലേഖ. ഇനി കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ അങ്ങനെ പറയാം നമുക്ക്. മലയാളത്തിലെ ആദ്യത്തെ സിനിമ മാസിക ഏത്? മലയാളത്തിലെ ആദ്യത്തെ സിനിമ മാസിക ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ എന്നതാണ്. സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ മാസിക. ഓക്കെ, സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാ മാസിക. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ നോക്കിയേ, ഇത് 2024 തന്നെ PSC ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അവിടെ ഓപ്ഷനിൽ കണ്ടംബച്ച കോട്ട്, നിർമ്മലയും ബാലനൊക്കെ ഉണ്ട്. കണ്ടംബച്ച കോട്ടൊക്കെ തന്നെ പഠിച്ചു വെച്ചോണം. കണ്ടംബച്ച കോട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയും പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ സിനിമ നമ്മുടെ പഠന വിഷയമാക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്.
PSC സ്ഥിരമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മളത് പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ. ഇത് 23/2025 വന്ന ചോദ്യമാണ്. 23/2025 ഈ വർഷം ഈ അടുത്ത PSC ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്നതാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ 5AM ക്ലബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ രാവിലെ തുടങ്ങുന്നത് ഈ പറയും പോലെ എന്താണ്, നമ്മുടെ കുട്ടികളോടൊപ്പം ഞങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്ന് നിങ്ങൾ ആ ഒരു ദിവസത്തിലേക്ക് ഞങ്ങൾ എന്താണ് ഉണർത്തുകയാണ്, അല്ലേ? ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ PSC ചോദിക്കുമെന്ന് ഉറപ്പുള്ളതും PSC സ്ഥിരമായി ചോദിക്കുന്നതുമായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഈ പറയും പോലെ എന്താണ് നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ഫുൾ ടീമും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ഫുൾ ക്രൂ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. സോ നിങ്ങളും ഞങ്ങളോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുക. ഞാൻ പറഞ്ഞു, ഇത് 2025 23/2025 ചോദിച്ച ചോദ്യമാണ്. ഞാൻ ഏത് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ അതെന്താണ്, ചിലപ്പോൾ വന്നു, അയ്യോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഇന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ മാത്രം കിട്ടിയാലേ ഞാൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഇന്ന തസ്തികയ്ക്കാണ്. അങ്ങനെ ഒരു ചിന്ത വേണ്ട. എല്ലാ തസ്തികകളും ചോദിക്കുന്ന ഒരേപോലുള്ള ഒരേ കണ്ടന്റ് വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതിൻ്റെ പുറംചട്ട മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയാത്തത്, ഏത് എക്സാം ആണെന്ന് എടുത്ത് പറയാത്തത്. പക്ഷേ ക്വസ്റ്റ്യൻ കോഡ് എന്നോ സംശയമുള്ളവർ നോക്കുക, ആ ചോദ്യ പേപ്പറിനകത്ത് ഈ ചോദ്യമുണ്ടോ, പഠിച്ചു വെച്ചോണം. നോക്കിയേ, കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാ. അപ്പോൾ നമ്മളവിടെ എന്ത് പഠിക്കണം? കേരള സംഗീത നാടക അക്കാദമിയെക്കുറിച്ച് പഠിക്കണം. കേരള സംഗീത നാടക അക്കാദമി രൂപം കൊള്ളുന്നത് 1958 1958 കേരള സംഗീത നാടക അക്കാദമി രൂപം കൊള്ളുന്നത് 1958 ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ രൂപം കൊണ്ടത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവിലാണ് ഇത് രൂപം കൊണ്ടത്. ഓക്കെ അല്ലേ? തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവ്. ഇനി ഇതിൻ്റെ സ്ഥാപനത്തിന് മുൻകൈയെടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. അപ്പം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയും പ്ലസ് അന്നത്തെ CM ആയിരുന്ന EMS നമ്പൂതിരിപ്പാടും ചേർന്നാണ് എന്ത് ചെയ്തത്, ഇത് കൊണ്ടുവരുന്നതിന് കാരണമായി മാറുന്നത്. ഓക്കെ, എന്നാൽ ഇത് ഉദ്ഘാടനം ചെയ്തത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു. ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് മങ്കുത്തമ്പുരാനാണ്. ആദ്യ അധ്യക്ഷ ആരാണ്? തമ്പുരാൻ. ഓക്കെ അല്ലേ? കർണാടിക് സംഗീതജ്ഞ കൂടിയായുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യയും കർണാടിക് സംഗീതജ്ഞയുമായിരുന്ന മങ്കുത്തമ്പുരാനാണ് ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിലവിലത്തെ അധ്യക്ഷനാണ് നമ്മൾ പറഞ്ഞ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ഓക്കെ അല്ലേ? ഇനി ഈ അടുത്ത് തന്നെ PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ്? അദ്ദേഹം ചെണ്ട വിദ്വാനാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേഖല ഏതാണ്? ചെണ്ടയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ മേഖല ഏതാണ്? ചെണ്ടയാണ്. ഇനി ഓർത്തു വയ്ക്കുക, അതായത് കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി എന്നുള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? കേളിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണം കേളിയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു 1958 കേരള സംഗീത നാടക അക്കാദമി രൂപം കൊള്ളുന്നത്. എന്നാൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി രൂപം കൊള്ളുന്നത് 1953 54 ഔദ്യോഗികമായി നിലവിൽ വരുന്നു. എന്നിരുന്നാലും 53 രൂപം കൊള്ളുന്നു. സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ രവീന്ദ്ര ഭവനിലാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ന്യൂഡൽഹിയിലെ രവീന്ദ്ര ഭവനിലാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ, സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹിയിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ന്യൂഡൽഹിയിലെ രവീന്ദ്ര ഭവനിൽ സ്ഥിതി ചെയ്യുന്നു. മക്കളെ, ഇനി ഇപ്പോഴത്തെ അധ്യക്ഷ ആരെയെന്ന് ചോദിക്കാം. അതായത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഓർത്തു വയ്ക്കുക, ഇപ്പോഴത്തെ അധ്യക്ഷയാണ് സന്ധ്യ പുരേച്ച. ഡോക്ടർ സന്ധ്യ പുരേച്ച, അല്ലേ? ഡോക്ടർ സന്ധ്യ പുരേശ. മക്കളെ, പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അതായത് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ. ആ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനെങ്കിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ അധ്യക്ഷ ഡോക്ടർ സന്ധ്യ പുരേശയാണ്. ഡോക്ടർ സന്ധ്യ പുരേശ ഭരതനാട്യ നർത്തകിയാണ്. പ്രശസ്ത ഭരതനാട്യ നർത്തകി. ഓക്കെ അല്ലേ? ഭരതനാട്യ നർത്തകിയാണ് ആര്? ഈ പറയുന്ന സന്ധ്യ പുരേച്ച. ഓക്കെ അല്ലേ? സംഭവം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം തരുന്നു. ചോദ്യം ഇങ്ങനെയാണ്. നമ്മളിന്ന് സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യം, ഇത് 71/2024, അതായത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് അല്ലേ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ്. ഞാനത് അത് ഒരു തസ്തിക ഏതെന്ന് പറഞ്ഞത് തൊട്ടടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ആ തസ്തിക പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ തസ്തിക മെൻഷൻ ചെയ്യില്ലായിരുന്നു. എങ്കിലും ഓർത്ത് വയ്ക്കാം. ഇത് അപ്പോൾ 71/2024 ചോദ്യപേപ്പറാണ്. ഓക്കെ. എന്നാൽ മലയാളത്തിലെ ഇവിടെ ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? ഓപ്ഷനിൽ ചെമ്മീനുണ്ട്, കണ്ടം പച്ച കോട്ടുണ്ട്, ബാലനുണ്ട്, നീലക്കുയിലുണ്ട്. ഒന്നുകൂടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ചെമ്മീനുണ്ട്, കണ്ടം പച്ച കോട്ടുണ്ട്, ബാലനുണ്ട്, നീലക്കുയിലുണ്ട്. അപ്പോൾ ഇതിലേതാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉത്തരം ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ടാകും. മക്കളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഈ ചോദ്യം ഒന്നുകൂടെ, മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഈ ദിവസം ഫുൾ കളറാവട്ടെ, അടിപൊളിയാവട്ടെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, കുറേ കാര്യങ്ങൾ പഠിച്ച് സെറ്റ് ചെയ്യാൻ പറ്റട്ടെ അല്ലേ. ഒരു നല്ല ദിവസം, ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഞാൻ എൻ്റെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.